വിശദമായി തന്നെ നോക്കാം. ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രന്റെ ഭാര്യയുടെ പേരിലുള്ള വീട് ഒഴിയാൻ നോട്ടീസ്. ഇതുൾപ്പെടെ 60 പേർക്കാണ് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ്. 7 ദിവസത്തിനകം വീട് ഒഴിയണമെന്നാണ് നിർദ്ദേശം. നടപടിക്ക് പിന്നിൽ എം മണിയാണെന്ന് എസ് രാജേന്ദ്രൻ ആരോപിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി എം കെ സ്റ്റാലിനാണ് ചേരുന്നത്. സ്റ്റാലിൻ, എന്തായാലും റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നു. 7 ദിവസത്തിനുള്ളിൽ വീട് ഒഴിയണമെന്ന് നോട്ടീസിൽ പറയുന്നു. എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ? രഞ്ജിനി ഇപ്പൊ സൂചിപ്പിച്ച പോലെ 7 ദിവസത്തിനുള്ളിൽ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള 60 പേര് സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് ഇപ്പോൾ ദേവികുളം സബ് കളക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു 3 മാസങ്ങൾ ആയിട്ട് അവിടെ ആരംഭിച്ചിരിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിയെന്ന് വേണം നമുക്ക് കരുതാന്. ഏതായാലും രാജേന്ദ്രൻ താമസിക്കുന്ന വീട് ഉൾപ്പെടെ ഉള്ള 60 പേർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ വീടിന്റെ ഉടമസ്ഥാവകാശം രാജേന്ദ്രന്റെ ഭാര്യയുടെ പേരിലാണെന്നും ഇപ്പോൾ അത്തരത്തിലും ഇതിനെക്കുറിച്ച് ഒരു പരാമർശം വരുന്നുണ്ട്. എന്തായാലും രാഹുൽ കൃഷ്ണ ശർമ്മ, ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ വില്ലേജ് ഓഫീസറാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ഭൂമി വൈദ്യുതി വകുപ്പിന്റേതാണെന്നും ഒരു അവകാശം വൈദ്യുതി വകുപ്പും ഉന്നയിക്കുന്നുണ്ട്. റവന്യൂ ഭൂമിയാണെന്നുള്ളത് റവന്യൂ വകുപ്പും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അത്തരമൊരു തർക്കങ്ങൾ കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 60ഓളം പേർക്ക് 7 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകണം എന്നാണ് നോട്ടീസ്. ഒഴിഞ്ഞു പോകാത്ത പക്ഷം ബലമായി ഒഴിപ്പിക്കുമെന്നും ഇതിനു വേണ്ടിയിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ സഹായവും ഈ സബ് കളക്ടർ തേടിയിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഈ വിഷയം രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. രഞ്ജിനി, എന്തായാലും ഇത് വൈദ്യുതി വകുപ്പിന്റേതാണെന്ന് അവർ പറഞ്ഞു വെക്കുമ്പോൾ റവന്യൂ വകുപ്പിന്റേതാണെന്ന് ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് ഇതിനോടകം നോട്ടീസ് നൽകുന്നു. 7 ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്ന് പറയുന്നു. അതിനുള്ള പ്രതികരണവും ഇവിടെ എസ് രാജേന്ദ്രന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ എം മണിയാണെന്നാണല്ലേ അദ്ദേഹം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? പരസ്യ പ്രതികരണത്തിനായി എസ് രാജേന്ദ്രൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. എന്തായാലും എം മണിയുടെ നീക്കങ്ങളാണ്, പ്രത്യേകിച്ചും പാർട്ടിയിലുള്ള ഒരു വിഭാഗം ആളുകളുടെ മാസങ്ങളായി തുടരുന്ന തന്നോടുള്ള പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിന്റെ ഭാഗമാണ് ഈ ഒരു നടപടി ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും വ്യക്തമാക്കുന്നത്. ഏതായാലും പരസ്യമായിട്ടുള്ളൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എം മണിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളാണ്, വൈരാഗ്യ ബുദ്ധിയോടുള്ള നീക്കങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾക്ക് കാരണം എന്നാണ് ഇപ്പോൾ ഏതായാലും അദ്ദേഹം പുറത്തേക്ക് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. രഞ്ജിനി, തീർച്ചയായും ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രന്റെ ഭാര്യയുടെ പേരിലുള്ള വീട് ഒഴിയാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. റവന്യൂ വകുപ്പാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ വീട് ഒഴിയണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. അതിനിടയിൽ ഇത് വൈദ്യുത വകുപ്പിന്റെ സ്ഥലമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വകുപ്പ് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. റവന്യൂ വകുപ്പിന്റേതാണെന്ന് ചൂണ്ടിക്കാട്ടി അവർ ഇതിനോടകം നോട്ടീസും അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. എം മണിയുടെ നീക്കമാണ് ഇതിന് പിന്നിൽ എന്നാണ് എസ് രാജേന്ദ്രന്റെ പ്രതികരണം. വി കെ സ്റ്റാലിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കാസർകോട്ടെ ടാറ്റ ആശുപത്രി പൂട്ട നീക്കം. ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അടക്കം മികച്ച ചികിത്സ ലഭിക്കാതെ വലയുമ്പോഴാണ് നടപടി. ടാറ്റ ഗ്രൂപ്പ് 60 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ആശുപത്രി കോവിഡ് കാലത്ത് സൗജന്യമായാണ് സർക്കാരിന് കൈമാറിയത്. ദിവസങ്ങളായി രോഗികളില്ലാത്ത സാഹചര്യത്തിലാണ് തെക്കിലിലെ ടാറ്റ ട്രസ്റ്റ് കോവിഡ് ആശുപത്രി പൂട്ടാൻ സർക്കാർ നീക്കം തുടങ്ങിയത്. ജീവനക്കാരെ ജില്ലയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും ഉപകരണങ്ങളും മരുന്നുകളും തിരികെയെടുക്കാനും ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കാതിരിക്കാനാണ് മറ്റു ഇടങ്ങളിലേക്ക് മാറ്റുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. വിദേശത്തു നിന്നെത്തിയ മങ്കി പോക്സ് ലക്ഷണമുണ്ടായിരുന്ന ആളും കോവിഡ് ബാധിതനുമാണ് അവസാനം ആശുപത്രി വിട്ടത്. ആശുപത്രി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ മാറ്റുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്തായാലും അത് തുരുമ്പ് പിടിച്ചു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. വളരെ അടിയന്തരമായി സർക്കാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ടാറ്റ കോവിഡ് ആശുപത്രി അതൊരു പരിശോധന നടത്തി അടിയന്തരമായി ക്രമീകരണങ്ങൾ നടത്തി അത് ഒരു എൻഡോസൾഫാൻ ദുരിതബാധിതർ അടക്കമുള്ള സാധാരണ ആളുകൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെക്കിൽ വില്ലേജിലെ ചട്ടഞ്ചാലിൽ 5 ഏക്കർ റവന്യൂ ഭൂമിയിലാണ് ആശുപത്രി. 551 കിടക്കകളാണുള്ളത്. നിലവിൽ 2 ഡോക്ടർമാരുൾപ്പെടെ 20 ജീവനക്കാരാണുള്ളത്. ഇവരെ കൂടി മാറ്റുന്നതോടെ ആശുപത്രിക്ക് പൂട്ട് വീഴും. കെ ബി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.
ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു എന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ബൈജു, ഈ കോവിഡ് കാലത്ത് ജില്ല വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയ ഘട്ടത്തിലായിരുന്നു ടാറ്റയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ആശുപത്രി അവിടെ പണിയുന്നത്. അതും 60 കോടി മുടക്കി ടാറ്റ ഇങ്ങനൊരു ആശുപത്രി പണിത് നൽകുന്നു. ഇപ്പോൾ കോവിഡ് കാലമെല്ലാം കഴിഞ്ഞു, നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആശുപത്രി പൂട്ടാനുള്ള നീക്കവുമായി കാര്യങ്ങൾ മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും എൻഡോസൾഫാൻ ദുരിതബാധിതരൊക്കെ ജില്ലയിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അധികൃതർ പോകുന്നതല്ലേ? രഞ്ജിനി സൂചിപ്പിക്കുന്നത് തന്നെയാണ് പ്രധാനം. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ ഇപ്പോഴും വലിയ പ്രതിസന്ധി തുടരുന്ന സമയത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി പണിത 60 കോടി രൂപ ചെലവിട്ട് ടാറ്റ സൗജന്യമായി നൽകിയ ഒരു ആശുപത്രിയാണ് എന്നേക്കുമായി ഇല്ലാതാകാൻ പോകുന്നത്. ഇവിടെയുള്ള ഉപകരണങ്ങളെല്ലാം ഏകദേശം മാറ്റിക്കഴിഞ്ഞു. 1 കോടിയോളം രൂപയുടെ ഉപകരണം ഇപ്പോൾ ജില്ലാ ആശുപത്രി അതുപോലെ തന്നെ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ മാറ്റിക്കഴിഞ്ഞു. ഇനി ആകെയുള്ളത് 2 ഡോക്ടർമാരാണ്. 2 ഡോക്ടർമാരും 20 ജീവനക്കാരും. ഇവരെ കൂടി മാറ്റാനുള്ള നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഉപകരണങ്ങളും മാറ്റാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്തായാലും ഈ ആശുപത്രി പൂട്ടാനാണ് സർക്കാർ അധികൃതരുടെ നീക്കം. എന്നാൽ ഇത് എൻഡോസൾഫാൻ രോഗികൾ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ ആധുനിക സൗകര്യങ്ങളോട് ഒരു ആശുപത്രിയാക്കി മാറ്റുമെന്നാണ് നേരത്തെ ഉണ്ടായ പ്രഖ്യാപനം. അതൊന്നും നടക്കാത്ത ഒരവസ്ഥ വന്നു. എയിംസ് കാസർഗോഡ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭം ജില്ലയിൽ ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഉയരുമ്പോഴും ഉള്ള ആശുപത്രി തന്നെ ഇത്തരത്തിൽ അടച്ചുപൂട്ടുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം എന്തായാലും ഉയരുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. ഈ കോവിഡ് കാലത്താണ് ഇത്തരത്തിൽ കർണാടക അതിർത്തി അടച്ചപ്പോൾ 13ഓളം പേരാണ് ജില്ലയിൽ ഇത്തരത്തിൽ മരണപ്പെട്ടത്. ഇതേ തുടർന്നാണ് ടാറ്റ ഇങ്ങനൊരു ആശുപത്രി യുദ്ധകാലാടിസ്ഥാനത്തിൽ 6 മാസത്തിനകം പൂർത്തീകരിച്ച് നൽകിയത്. 551 കിടക്കുകൾ മാത്രമല്ല വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഇതൊക്കെ ഇവിടെ സ്ഥാപിച്ച് എന്നിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. 191 ഡോക്ടർമാരിവിടെ നിയമിച്ചിരുന്നു. അവരെല്ലാം മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. എന്തായാലും ഈ ആശുപത്രി വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നതിനിടയിലും ആശുപത്രി അടച്ചുപൂട്ടാൻ നീക്കവുമായി തന്നെയാണ് എന്തായാലും പോകുന്നത്. അധികൃതർ ആ തരത്തിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഒരാഴ്ചക്കകം ഈ ആശുപത്രി പൂർണ്ണമായും ഇതിന് നിലക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിനി, ബൈജു സൂചിപ്പിച്ച പോലെ നേരത്തെ ജില്ലയിലെ ആരോഗ്യ സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാകാം. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ആശുപത്രികളൊന്നുമില്ലാത്ത ജില്ലയാണ്. മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും അത് കാസർഗോഡ് ജില്ലയുടെ ഒരു അറ്റത്ത് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവിടെ OP വിഭാഗം മാത്രമാണ് നിലവിലുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരിടത്തല്ല മെഡിക്കൽ കോളേജ് അടക്കം കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. പലരും ഇപ്പോഴും മറ്റ് അസുഖങ്ങൾക്കൊക്കെയായും മംഗലാപുരം, കണ്ണൂർ ജില്ലകളെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. അപ്പോഴാണ് ഇത്രയധികം ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി പൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുന്നതല്ലേ? തീർച്ചയായും മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ കിടത്തി ചികിത്സ പോലും ഇല്ലാത്ത ഒരു പക്ഷേ കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജായിരിക്കും കാസർകോട്ടേത്. മാത്രമല്ല രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉക്കിനെടുക്കയിൽ ഇവിടെ എത്തിച്ചേരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും ഞാൻ ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ MLA എന്നെ നെല്ലിക്കുന്ന നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ എന്നെ നെല്ലിക്കുന്ന, താങ്കളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടുകാണുമെന്ന് വിചാരിക്കുന്നു. കോവിഡ് കാലത്ത് ജില്ല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കാലത്താണ് ടാറ്റയുടെ നേതൃത്വത്തിൽ 60 കോടി ചിലവിൽ അവിടെ ഒരു ആശുപത്രി വരുന്നത്. അതിപ്പോൾ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞു, ആ സാഹചര്യമൊക്കെ മാറി. എന്നിട്ടും മറ്റു രീതിയിൽ ആ ആശുപത്രി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തിലാണ് കോവിഡ് ടാറ്റ ആശുപത്രി അവിടെ നിർമ്മിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്ത് ചികിത്സ ലഭിക്കാതെ കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ദുരിതം കാസർകോട്ടുകാരെ അനുഭവിക്കുമ്പോൾ ഈ മംഗലാപുരത്ത് ചെന്ന് വിദഗ്ധ ചികിത്സ നേടാൻ കഴിയാതെ അതിർത്തികളിൽ നമ്മുടെ സഹോദരന്മാരെ പിടഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യത്തിലാണ് ടാറ്റ കാസർഗോഡിനോട് കനിഞ്ഞത്. ടാറ്റ അവരുടെ CSR ഫണ്ടിൽ നിന്ന് 60 കോടി രൂപ അനുവദിച്ചു. ആ 60 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയപ്പോൾ ടാറ്റ ആശുപത്രി അവിടെ നിർമ്മിച്ചു. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമാണ്. നമ്മുടെ അനാസ്ഥയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണത്. ടാറ്റ 60 കോടി രൂപ നൽകിയിട്ടും നമുക്ക് അത് ശരിയായ രീതിയിൽ നടത്താനും അത് നിലനിർത്താനും സാധിച്ചില്ല എന്നത് തീർച്ചയായും സങ്കടകരമാണ്. കാസർകോട്ടെ ഇന്നും ഇപ്പൊ കോവിഡ് മാറിയിട്ടും കാസർകോട്ടിലെ ജനങ്ങൾ ഇപ്പോഴും ചികിത്സ കിട്ടാതെ പ്രയാസപ്പെടുകയാണ്. കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച്
ഏറ്റവും കൂടുതൽ ഈ ചികിത്സാ മേഖലയിൽ അപകടം അനുഭവിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ആളുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അതാണ് ഇവിടെ ഏറ്റവും എടുത്തു കണ്ടത്. ജില്ലയിൽ ആളുകൾ ഇങ്ങനെ ആരോഗ്യരംഗവുമായൊക്കെ ബന്ധപ്പെട്ട് ചികിത്സ കിട്ടാതെ അവഗണന അനുഭവിക്കുന്ന സാഹചര്യം ഒക്കെ മുന്നിലുണ്ട്. പ്രത്യേകിച്ചും ഈ ജനങ്ങളെല്ലാം ചികിത്സ തേടി പോകുന്നത് മംഗലാപുരം, കണ്ണൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ്. അപ്പോഴാണ് ജില്ലയിൽ ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഏത് രീതിയിലൂടെ ഇടപെടലാണ് MLA ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാവുക? ഇത് മാത്രമല്ല അനാസ്ഥ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2013 കാസർഗോഡ് സർക്കാർ ആശുപത്രിക്ക് തറക്കല്ലിട്ടത്. 10 വർഷം കടന്നു പോവുകയാണ്. ഈ 10 വർഷത്തിനകം നമുക്ക് കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. MLA എന്ന നിലയിൽ ഓരോ അസംബ്ലി സമ്മേളനത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുന്നുണ്ട്. അല്ലാതെയും എല്ലാ സമയവും നിരന്തരമായ ഇടപെടലുകൾ എന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. നിരവധി സമരങ്ങൾ ഇതിന്റെ പേരിൽ നടന്നു. പക്ഷേ അനങ്ങാപ്പാറ നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് 10 കൊല്ലമായിട്ട് നമുക്കൊരു മെഡിക്കൽ കോളേജിന്റെ, അതും കാസർഗോഡ് പോലെ പിന്നോക്കാവസ്ഥ പേറിക്കഴിയുന്ന ഒരു സ്ഥലത്ത് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം 10 വർഷമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് താങ്കൾ ഈ വിഷയത്തിൽ ശ്രമിക്കുക? പ്രത്യേകിച്ചും ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഈ ആശുപത്രി പൂട്ടാതിരിക്കാൻ ഏത് രീതിയിലുള്ള ഇടപെടൽ താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും? ടാറ്റ കനിഞ്ഞ് അവര് മനസ്സറിഞ്ഞ് നമുക്ക് നൽകിയ 60 കോടി രൂപയാണ്. ആ 60 കോടി കൊണ്ട് ഉണ്ടാക്കിയ സ്ഥാപനം നമുക്ക് നിലനിർത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ചയും അനാസ്ഥയുമാണ്. അപ്പൊ ഇത് എന്റെ മണ്ഡലത്തിലില്ല, ഉദുമ മണ്ഡലത്തിലാണ്. ഉദുമ മണ്ഡല MLAയും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം സജീവമായി ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും സർക്കാർ അനങ്ങുന്നില്ല. സർക്കാരാണ് അനുകൂല നടപടികൾ സ്വീകരിക്കേണ്ടത്. അപ്പോ ഇത് എന്റെ മണ്ഡലത്തിലല്ല എങ്കിലും കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒന്നാണ്. രാഷ്ട്രീയം മറന്ന് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കും. ഈ വിഷയത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും ഇതിൽ വലിയൊരു പോരാട്ടം നടത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ N.A. നെല്ലിക്കുന്ന MLA ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, പീഡിത ജനകീയ മുന്നണി, ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ഈ ടാറ്റ ആശുപത്രി, ചട്ടഞ്ചാലിലുള്ള ടാറ്റ ആശുപത്രി പൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അവർക്കടക്കം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി പൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം? ടാറ്റ കാണിച്ച ഒരു നല്ല മനോഭാവം പോലും നമ്മുടെ ജനകീയ സർക്കാർ ഇല്ലാതെ പോയത് സങ്കടകരമാണെന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ. ടാറ്റ കോവിഡ് കാലത്ത് കാസർഗോഡ് അതിന്റെ ഒരു വലിയ മേഖല എന്ന നില വന്നപ്പോഴാണ് ആളുകൾ അതിർത്തി അടച്ചപ്പോൾ മരിച്ച സമയത്താണ്, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് 60 കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു ആശുപത്രി പണിതത്. തീർച്ചയായും അന്ന് അത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സർക്കാർ മുന്നോട്ട് വന്നിരുന്നു. ഈ അടുത്ത കാലത്ത് പോലും നമ്മുടെ ബഹുമാന്യായ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ടാറ്റ ആശുപത്രി നമുക്ക് അത് പരിശോധന നടത്തിയിട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി ഒരു നല്ല ആശുപത്രിയായി അതിനെ ഉയർത്തും എന്നായിരുന്നു പറഞ്ഞത്. അത് മാസങ്ങളായിട്ടില്ല. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നടന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരത് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ടാറ്റ ആശുപത്രി പൂട്ടാൻ പോകുന്നു, അതിന്റെ ഉപകരണങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പോലും അറിയില്ല. വളരെ നിരുത്തരവാദപരമായ രീതിയിലാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇതിനെ സ്വീകരിക്കുന്നത്. ഇത് ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ. വളരെ നിസ്സാരമായ കാര്യത്തിന് പോലും കാസർഗോട്ടുകാരെ അവഗണിക്കുന്ന സമീപനം എല്ലാ കാലത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു, സീനിയർ സൈക്കാട്രിസ്റ്റ്. അദ്ദേഹത്തിന് അവിടെ നിന്നൊരു മാറ്റം കിട്ടി കൊട്ടാരക്കരയിലേക്ക്. കൊട്ടാരക്കരയിൽ ഈ പോസ്റ്റ് ഇല്ല. ഇവർ ചെയ്തെന്താണെന്ന് അറിയോ? ആരും അറിയാതെ ഈ കസേര തന്നെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് എടുത്തത്. ഇതിൽ നിന്ന് നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് കാസർഗോട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ മതി. ഇനിയും അവിടെ രോഗികൾ, ഇത് എൻഡോസൾഫാൻകാരുടെ മാത്രം വിഷയമല്ല കേട്ടോ.
14 ലക്ഷം വരുന്ന ആളുകളുടെ വിഷയമാണിത്. 6728 പേരുടെ അല്ല. പലപ്പോഴും അങ്ങനെയായി ചുരുക്കി കാണരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഈ കഴിഞ്ഞ മാസം വരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരമെല്ലാം നമ്മൾ കണ്ടതാണ്. ദയാബായി അടക്കം നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു സമരം. അതിലടക്കം മന്ത്രിമാരുമായും ഒക്കെ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞത് ഈ ചട്ടഞ്ചാലിലെ ഈ ടാറ്റ ആശുപത്രി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അടക്കം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം മാറ്റും എന്നാണ് അന്നൊരു ഉറപ്പ് നൽകിയത്. ആ ഉറപ്പ് പോലും പാലിക്കപ്പെടുന്നില്ല എന്നത് മാത്രമല്ല, പൂട്ടലിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയാണല്ലേ? തീർച്ചയായിട്ടും ആ വാക്കുകൾ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ, ഞങ്ങൾക്കൊരു ആശ്വാസം വരട്ടെ എന്നുള്ള നിലയിൽ പറഞ്ഞതാണ് എന്നാണ് ഇപ്പോഴും കരുതുന്നത്. കാരണം അതിൽ തന്ന ഉറപ്പുകളൊന്നും കാര്യമായി ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ഇവിടെ കാസർഗോട്ടുകാര് ഒന്ന് ഉണരുകയും ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ജനപ്രതിനിധികൾ, നേരത്തെ ഇവിടെ MLA സൂചിപ്പിക്കേണ്ടായി, ഇതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി, തീർച്ചയായും അതൊരു നല്ല തുടക്കമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാസർഗോട്ടെ ഈ ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള ആശങ്കകളും ആകുലതകളും എല്ലാവരിലും ഉണ്ട്. പക്ഷെ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, പലപ്പോഴും ഒന്നിച്ചു നിൽക്കുന്നില്ല. ഇതിനെങ്കിലും ഇവർ ഒന്നിച്ചു നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ മാറ്റുകയാണെങ്കിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ അടക്കമുള്ള ആളുകൾ അതിനെതിരെ വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, എന്തായാലും ഈ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ അടക്കം പറഞ്ഞു വെച്ചതുപോലെ ഈ ജില്ലയോടെയുള്ള അവഗണന ഇപ്പോഴും തുടരുകയാണ്. ഉറപ്പുകളൊക്കെ കടലാസിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി വേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പിന്റെയും തീരുമാനം. ആ തീരുമാനമാണ് ഇനി ഇവിടെ നിർണായകമായി മാറുക, അല്ലേ? തീർച്ചയായും ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പ് അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, വലിയ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ട്. കാരണം വലിയ പ്രതീക്ഷയോടെയാണ് ടാറ്റ ആശുപത്രിയെ എല്ലാവരും കണ്ടത്. ആ ആശുപത്രി എന്നേക്കുമായി ഇല്ലാതാകുന്നു എന്നൊരവസ്ഥ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കെട്ടിട സൗകര്യങ്ങൾ ഉൾപ്പെടെ വളരെ വലിയ തോതിലുള്ള കെട്ടിട സൗകര്യങ്ങൾ, അതുപോലെ ആധുനിക സൗകര്യങ്ങളുള്ള ഉപകരണങ്ങൾ, ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം, അത് എന്തായാലും വലിയ പ്രതിഷേധത്തിന് തന്നെ വഴിവെക്കും. നേരത്തെ തന്നെ ഈ ആശുപത്രി ഇത്തരത്തിൽ മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞ് നിരവധി പ്രക്ഷോഭ പരിപാടികൾ ജില്ലയിൽ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് ഈ മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്നാണ് വലിയ പ്രതീക്ഷ എല്ലാവരും ഉയർത്തിയത്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഈ ആശുപത്രി പൂട്ടാനുള്ള നീക്കം നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും. എന്തായാലും ഈ പകുതി ഉപകരണങ്ങൾ ഇവിടെ നിന്നും ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞു. മറ്റ് ഉപകരണങ്ങൾ കൂടി മാറ്റാനുള്ള നടപടികളാണ് എന്തായാലും സ്വീകരിക്കുന്നത്. ഒരാഴ്ചക്കകം ഈ ഉപകരണങ്ങളെല്ലാം മാറ്റി ആശുപത്രി പൂട്ടാനുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും ഇതിനെതിരെ പ്രതിഷേധം ശക്തമായി ഉയരും. ഇപ്പോഴും ഈ മംഗളൂരു അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജ് ഇവിടങ്ങളിലേക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായ രോഗികൾക്ക് എത്തേണ്ട സാഹചര്യം. പലരും ഈ ചികിത്സ കിട്ടാതെ മരണപ്പെടുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. നമുക്ക് നേരത്തെ കർണാടക അതിർത്തി അടച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് 13 പേരാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. ഇപ്പോഴും ഈ കണ്ണൂരിലേക്ക് മറ്റും ഓടിയെത്തുന്ന ഒരു ഗതാഗത പ്രശ്നം മറ്റുമുണ്ട്. ഇതിനിടയിലും മരണങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിൽ നൽകിയ ഒരു ഉറപ്പ് ഇതായിരുന്നു: ഈ ടാറ്റ ആശുപത്രി നിലനിർത്തും, വലിയ തോതിലുള്ള സൗകര്യങ്ങളോടുകൂടി ഒരു ആശുപത്രിയാക്കി മാറ്റും എന്നൊരു ഉറപ്പാണ് നൽകിയത്. ഈ ഉറപ്പ് നൽകി ഒരു മാസം പിന്നിടുമ്പോഴേക്കും ആശുപത്രി അടച്ചുപൂട്ടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായും. എന്തായാലും കാസർഗോഡ് ചട്ടഞ്ചാലിലുള്ള ടാറ്റ ആശുപത്രി പൂട്ടലിന്റെ വക്കിലാണ്. കോവിഡ് കാലത്ത് ജില്ല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ 60 കോടി മുടക്കിയാണ് ടാറ്റ അവിടെ ഒരു ആശുപത്രി പണിതത്. ഇന്ന് കോവിഡ് കാലമെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആശുപത്രി, അത്യാധുനിക സൗകര്യമുള്ള ആ ആശുപത്രി പൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിലടക്കം ഈ ആശുപത്രി അവർക്കടക്കം പ്രയോജനപ്പെടുത്തുമെന്ന രീതിയിൽ സർക്കാർ ഉറപ്പ് നൽകിയ സാഹചര്യത്തിലും അതൊന്നും നടപ്പിലാകാതെ ആ തീരുമാനങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങി ഈ ടാറ്റ ആശുപത്രി പൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ദിവസവും 1 ഗ്ലാസ് പാൽ കുടിക്കൂ. പാൽ ആഹാരശീലത്തിന്റെ ഭാഗമാക്കി നമുക്ക് ആരോഗ്യപൂർണ്ണമായിരിക്കാം. ശശി തരൂരിന്റെ മലബാർ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കോഴിക്കോട്. KPCC പ്രസിഡന്റ് K സുധാകരൻ താരിഖ് അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ തരൂർ വിഷയം ചർച്ച ചെയ്തതായാണ് സൂചന. നേതൃത്വത്തിന് പരാതി നൽകിയ MK രാഘവൻ MPയുമായും താരിഖ് അൻവർ ചർച്ച നടത്തും.
തരൂർ വിവാദത്തിനിടെ നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി KPCC അച്ചടക്ക സമിതി. നേതാക്കൾ പാർട്ടിയെ അറിയിച്ച് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം പരിപാടികൾ നടത്താൻ. അച്ചടക്ക സമിതി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതായും തരൂർ വിഷയത്തിൽ നിലവിൽ പരാതികളില്ല എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ശശി തരൂരിനെ സംബന്ധിച്ച ഒരു പ്രശ്നവും അച്ചടക്ക സമിതിയുടെ മുമ്പിൽ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് നേതാവിന് എവിടെ പോയി പ്രചരണം നടത്തുന്നതിൽ ഒരു തടസ്സവുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ അതത് സ്ഥലത്തുള്ള വ്യവസ്ഥാപിതമായി ഉള്ള പാർട്ടി ഘടകങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഘടകങ്ങളെ ബൈപ്പാസ് ചെയ്തു എന്നൊരു ചിന്ത ഉണ്ടാകുന്നത് പാർട്ടിയുടെ ശക്തിക്ക് ചോർച്ചയുണ്ടാവും. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിശ്ചയമായും നമ്മളുടെ ബന്ധപ്പെട്ട സമിതികളെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി വിവരം അറിയിച്ചു കൊണ്ട് പോകണം. അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് തരൂരിനെ അറിയിച്ചിട്ടുണ്ടോ ഇക്കാര്യം, ഈ ഒരു ആവശ്യം? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ശ്രീ ശശി തരൂരിനെതിരായിട്ടൊരു പെറ്റീഷൻ ഞങ്ങളുടെ മുമ്പിൽ ഇല്ലല്ലോ. പെറ്റീഷൻ ഇല്ലാത്തിടത്തോളം കാലം ഒരു വ്യക്തിയെ ഈ വിവരം പേഴ്സണലായിട്ട് അറിയിക്കുന്നത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന പൊതുവായ തീരുമാനമാണ്. ആ പൊതുവായ തീരുമാനത്തിൽ എല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. സാറ് അച്ചടക്ക സമിതി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് തരൂരിനെ മാത്രമല്ല എല്ലാ നേതാക്കളെയും ഇതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പൊതുവായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ, യോഗങ്ങളിൽ പോകുന്ന ആളുകൾ, അവർക്ക് ഉണ്ടാകേണ്ട ഒരു മുൻ ധാരണ അതത് പ്രദേശത്തെ നമ്മളുടെ പാർട്ടിയുടെ വ്യവസ്ഥാപിതമായുള്ള ഘടകങ്ങളുമായി ആലോചിച്ച് അവരെ കൂടി വിവരം അറിയിച്ച് പോകണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഈരാറ്റുപേട്ടയിലടക്കം ഇപ്പോൾ പലതരത്തിലുള്ള ഭിന്നത, താഴെത്തട്ടിൽ പല ഫ്ലെക്സ് ബോർഡുകൾ വരുന്നു, സതീശന് അനുകൂലമായി വരുന്നു, അപ്പുറത്ത് തരൂരിന് അനുകൂലമായി. ഇതൊരു ഭിന്നത ഇപ്പോൾ കോട്ടയത്ത് വീണ്ടും നിലനിൽക്കുകയല്ലേ, അതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? എനിക്കത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ട കേസ് സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ ഒരു പെറ്റീഷൻ ഇല്ല. പെറ്റീഷൻ വന്നാൽ അതിൻ്റെ മെറിറ്റിന്മേൽ നമ്മൾ തീരുമാനമെടുക്കും. അങ്ങനെയൊരു പെറ്റീഷൻ ഇല്ലല്ലോ. അത് വന്നാൽ മാത്രമേ അതിൻ്റെ മെറിറ്റിന്മേൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടതുള്ളൂ. താരിഖ് അൻവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും നിർദ്ദേശം ഇത് പരിഹരിക്കാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകൾ എങ്ങനെയാണ് ഉണ്ടാകുക? അദ്ദേഹം ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കോഴിക്കോട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ തന്നെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം എവിടെ പോവുകയാണെങ്കിലും അവിടുത്തെ സമിതികളുമായിട്ട് ആലോചിച്ചു ആ സമിതിയുടെ ഒരു നിർദ്ദേശപ്രകാരവും അവരെ ബൈപ്പാസ് ചെയ്യാതെയും ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചത്. അത് വളരെ കറക്റ്റ് പൊസിഷനാണ്. അതായത് അറിയിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ജില്ലാ ഘടകങ്ങളോട് കൂടി ഒന്ന് ആലോചിക്കുക കൂടി വേണം. അവരുടെ കൂടി ഒരു പങ്കാളിത്തം ഇത്തരം പരിപാടികളിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ്. അത് ടെക്നിക്കലാണ്. പക്ഷെ ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത ഒരു പ്രദേശത്ത് പോയി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ കാഴ്ചക്കാരായി പോകില്ലേ? ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ഫേസ് നഷ്ടപ്പെടുകയല്ലേ? പാർട്ടിയുടെ തന്നെ അണികളിൽപ്പെട്ട, പാർട്ടിയുടെ തന്നെ താഴത്തെ സമിതികളിൽപ്പെട്ട ആളുകളെ അവഹേളിക്കുന്നതായിരിക്കരുതല്ലോ നമ്മളുടെ വിസിറ്റിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അവരെ എല്ലാവരെയും അറിയിച്ച് എല്ലാവരെയും കോൺഫിഡൻസ് എടുത്ത് നമ്മുടെ ഒരു ആശയ പ്രചരണത്തിന് വേണ്ടി ഒരു നേതാവ് ഒരു സ്ഥലത്ത് ചെല്ലുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. തരൂർ വിഷയത്തിലുള്ള പ്രതികരണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള. ജി ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ശ്രീജിത്ത്, ഈ തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും അച്ചടക്ക സമിതിക്ക് മുന്നിൽ വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നേതാക്കൾ ഇത്തരത്തിലുള്ള പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായി പാർട്ടിയെ അറിയിച്ചിരിക്കണമെന്നും അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് വാക്കുകളെ കാണേണ്ടത്? തീർച്ചയായും യാതൊരു പരാതിയും ഇല്ലാതെ തിരുവഞ്ചൂർ ഈ വിഷയത്തിൽ അച്ചടക്ക സമിതി എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് തരൂർ വിഷയം തന്നെയാണ്. തരൂരിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പ്രസ്താവനകൾ എന്ന് തൽക്കാലത്തേക്കെങ്കിലും മനസ്സിലാക്കേണ്ടി വരും. കാരണം തരൂരാണ് ഇത്തരം പര്യടനങ്ങളും പരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ തരൂരിനുള്ള മുന്നറിയിപ്പ് തന്നെയായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഈ വാക്കുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ പോയി പരിപാടി നടത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞത് ആ ജില്ലാ ഘടകങ്ങളെ അറിയിക്കുകയെങ്കിലും വേണം. ആ ഘടകങ്ങൾ, ജില്ലാ ഘടകങ്ങൾ അല്ലെ താഴെത്തട്ടുള്ള പ്രവർത്തകർ അവഹേളിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നാണ് അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തിരുവഞ്ചൂർ പ്രതികരിക്കുന്നത്. നമുക്കറിയാം കോട്ടയത്ത് പിന്നെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ഈരാറ്റുപേട്ടയിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ തന്നെ സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളുണ്ട്. നേരത്തെ തന്നെ ശശി തരൂരിന്റെ പരിപാടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ സമാന്തര പരിപാടികൾ പലയിടത്തും സംഘടിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതെല്ലാം പാർട്ടിയുടെ ഒരു പൊതു അച്ചടക്കത്തെ ബാധിക്കുന്നു എന്ന വിലയിരുത്തൽ കൂടി നടത്തിയതായി
തിരുവഞ്ചൂർ ഇന്നലെ ചേർന്ന ഒരു അച്ചടക്ക സമിതി യോഗവും ചേർന്ന ആ യോഗത്തിന്റെ ഒരു വിലയിരുത്തലായി കൂടിയാണ് തിരുവഞ്ചൂർ ഈ നിർദ്ദേശം നേതാക്കൾക്ക് മുന്നിൽ വെക്കുന്നത്. നേതാക്കൾക്ക് മുന്നിൽ എന്ന് പറയുമ്പോൾ അത് തരൂരിന് തന്നെയാണ്. സ്വാഭാവികമായും തരൂർ ഇനി ഇത്തരത്തിൽ അച്ചടക്ക ലംഘനം, അതായത് ജില്ലാ ഘടകങ്ങളെ അറിയിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് പരാതി ഉണ്ടാവും. സ്വാഭാവികമായത് അച്ചടക്ക സമിതിയിലേക്ക് എത്തും. ഇപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞു വെക്കുന്നതിന്റെ ഒരുപാട് അർത്ഥങ്ങൾ പിന്നീടായിരിക്കും ഒരു പക്ഷേ പുറത്തേക്ക് വരിക, പിന്നീടായിരിക്കും അതിന് കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാകുക എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. രഞ്ജിനി. തീർച്ചയായും ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പ്രതിസന്ധിയിൽ. സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ പഠനം തന്നെ നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായത് കേന്ദ്ര നിലപാട് മൂലമാണ് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് പിന്നാക്ക വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായത്. നിലവിലെ മാനദണ്ഡ പ്രകാരം 50% തുക കേന്ദ്ര സർക്കാരും 50% തുക സംസ്ഥാന സർക്കാരുമാണ് നൽകിയിരുന്നത്. എന്നാൽ പുതിയ മാനദണ്ഡ പ്രകാരം 1 മുതൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിൽ നിന്ന് 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ പുറത്താവും. ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മാത്രമാകും സ്കോളർഷിപ്പ് ലഭിക്കുക. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാവുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും പുതിയ മാർഗനിർദ്ദേശം പുനഃപരിശോധിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. ഇത് പുനഃപരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കുകയും പഴയ നിലയിൽ തന്നെ തുടർന്ന് പോവുകയും വേണ്ടതാണ്. അതായത് വീണ്ടും ഈ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇതിനു പുറമെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ 100% കേന്ദ്രവിഹിതമായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഇനി 60% തുക കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കണം. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന് 24 കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നും പ്രീ മെട്രിക് സ്കോളർഷിപ്പിൽ 16.4 കോടി രൂപയും ഖജനാവിന് അധിക ബാധ്യത വരുത്തുമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ദരിദ്ര വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങിയതോടെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് ഇനി മുതൽ 60% തുക മാത്രമേ കേന്ദ്ര സർക്കാർ നൽകൂ. പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്ന ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ഒരു വലിയ വെല്ലുവിളി എന്ന ഉയർത്തുന്ന ഒരു രീതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരവും ഇപ്പോൾ സമൂഹത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരത്തെയും നിഷേധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതുമൂലം വിവിധ ഉന്നത ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് പരിധിക്ക് പുറത്താകും. പുതിയ മാർഗനിർദ്ദേശം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളെ കേന്ദ്ര സർക്കാർ കൈയൊഴിയില്ല എന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. MG മിഥുൻ തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുക. മിഥുൻ, എന്തായാലും പുതിയ മാർഗനിർദ്ദേശം അത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണല്ലേ ഈ പുതിയ മാർഗനിർദ്ദേശ പ്രകാരം? രജനി, കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശ പ്രകാരമാണ് ഇപ്പോൾ പിന്നാക്ക വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിരുന്നു ഈ പദ്ധതി പ്രയോജനപ്പെടുത്തിയിരുന്നത്. അതിൽ ഇപ്പോൾ നിലവിലെ പുതുക്കിയ മാർഗനിർദ്ദേശ പ്രകാരം 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി ഈ പദ്ധതിയിൽ ഉൾപ്പെടാനാകില്ല. ഈ പദ്ധതി സംബന്ധിച്ച് സ്കോളർഷിപ്പുകൾ ലഭ്യമാകില്ല എന്നാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. 9, 10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം ഇനി ഈ പദ്ധതി ലഭ്യമാകുകയുള്ളൂ എന്നാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 50% തുക കേന്ദ്ര സർക്കാരും 50% തുക സംസ്ഥാന സർക്കാരുമായിരുന്നു വഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തുക വെട്ടിച്ചുരുക്കുന്നതോടുകൂടി അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന്റെ മേലിൽ വരുമെന്നുള്ള ആശങ്കയാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇത് സംബന്ധിച്ച് ഈ പദ്ധതിയിൽ നിന്ന് പുറത്താവുന്നത് മൂലം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുമ്പോഴും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾക്കൊക്കെയായി അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ 100% തുക അനുവദിച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് ഇനി 60% തുക മാത്രമേ കേന്ദ്ര സർക്കാർ നൽകൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ 40% തുക സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നുള്ള നിർദ്ദേശവും ഈ പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് മൂലമാണ് എങ്കിൽ അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന് 24 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകുന്നത്. കൂടാതെ തന്നെ ഈ പ്രീ മെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട്
ഇതിനു പുറമെ 16.4 കോടി രൂപയുടെ നഷ്ടവും സംസ്ഥാന ഖജനാവിന് അധികമായി വകയിരുത്തേണ്ടി വരും. ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. ഇത് പുനഃപരിശോധിക്കണമെന്നടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത്. കൂടാതെ തന്നെ വിദ്യാർത്ഥികളുടെ ആശങ്കയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് പല കുടുംബങ്ങളിൽ നിന്നും പഠനത്തിനായി ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തടക്കം നിരവധി വിദ്യാർത്ഥികൾ ഉണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ, ദൂരെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ പഠിക്കാനെത്തിയ നിരവധി വിദ്യാർത്ഥികൾക്കുണ്ട്. അവർക്ക് താമസ സൗകര്യം സംബന്ധിച്ചുള്ള കാര്യത്തിലും ഈ ഒരു മാർഗനിർദ്ദേശത്തിൽ വ്യക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഹോസ്റ്റൽ സംവിധാനത്തിന് ഇപ്പോൾ അനുരൂപ് വിദ്യാർത്ഥിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ അനുരൂപ്, എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അത് നിങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ സ്കോളർഷിപ്പ് അടക്കത്തിൽ വലിയ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനോട് പ്രതികരിക്കുന്നത്? ഇത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഒരു കരുത്ത് തിരിച്ചടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന നിയമം. കാരണം ഇവിടെ ഹോസ്റ്റലിലായാലും മറ്റ് പഠിക്കുന്നവരെല്ലാം നിർധന കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. ആരും തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മക്കളല്ല. അന്നത്തെ ആവശ്യത്തിന് വേണ്ടി കൂലി വേല ചെയ്യുന്നവരുടെ മക്കൾ തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് പഠനത്തിനും മറ്റുമെല്ലാം ഏകയുടെ ആശ്രയം ഈ സ്കോളർഷിപ്പും ഗ്രാൻഡും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ അതിങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം ഹോസ്റ്റൽ ഫീസിൽ മുഴുവൻ ഫ്രീ ആയിരുന്നു ഇത്രയും കാലം. പക്ഷെ ഇപ്പൊ അതിൽ 60% മാത്രമേ കേന്ദ്ര സർക്കാർ നൽകുകയുള്ളൂ. ബാലൻസ് 40% വിദ്യാർത്ഥികൾ അടക്കണമെന്ന് വരുന്നത് വൻ തിരിച്ചടിയാണ് കുട്ടികൾക്ക്. ഈ 40% സംസ്ഥാന സർക്കാർ അടയ്ക്കണമെന്നല്ലേ പറയുന്നത്? സംസ്ഥാന സർക്കാർ ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് അത് പോകുന്നൊരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഇത് നിങ്ങൾ വേണ്ടപ്പെട്ടവരും ഒക്കെയായി ഈ വിഷയം സംസാരിച്ചിരുന്നോ? ഇല്ല. ഇപ്പൊ ഉടനെ തന്നെ വകുപ്പ് ഡയറക്ടറെയും മന്ത്രിയും കാണണമെന്നൊരു ആലോചനയിലാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ സ്ഥിതി തുറന്നു പോയി കഴിഞ്ഞാൽ പലരുടെയും വിദ്യാഭ്യാസം തന്നെ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലുണ്ട്. എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് പഠനം തന്നെ നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അല്ലേ? അതെ. കാരണം പല ആൾക്കാരും SC/ST വിഭാഗത്തിൽപ്പെട്ടവർ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും തൊഴിൽ ലഭിക്കാതെ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക എന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം SC/ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിതവും മെച്ചപ്പെടുത്തുക എന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. അത് അവരുടെ ചുമതലയാണ്. അതിൽ നിന്ന് അവരിങ്ങനെ ഒഴിഞ്ഞു മാറുക എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അല്ലെങ്കിൽ SC/ST വിഭാഗത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും വിഷയം പുനഃപരിശോധിക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം? അതെ, ഈ വിഷയം പുനഃപരിശോധിക്കുക. ഇപ്പൊ ഇന്നലെ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുകയും വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. പഴയ നിലയിൽ തന്നെ കാര്യങ്ങൾ തുടർന്ന് പോവുക ചെയ്താൽ മാത്രമേ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഉടൻ തന്നെ മന്ത്രിമാരെയും വേണ്ടപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമീപിക്കും അല്ലേ? അതെ. വളരെയധികം നന്ദി ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മിഥുൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മിഥുൻ, ഇവിടെ മറ്റൊരു കാര്യം, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം പ്രകാരം സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യതയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ചും ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് 24 കോടിയോളം അധിക ബാധ്യതയുണ്ടാകുമ്പോൾ പ്രീ മെട്രിക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് 16 കോടിയിലേക്കും കാര്യങ്ങൾ എത്തുകയാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ പോസ്റ്റ് മെട്രിക്കിന് 50% തുക കേന്ദ്ര സർക്കാരും 50% തുക സംസ്ഥാന സർക്കാരുമായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും വെട്ടിക്കുറയ്ക്കും. ഇത് പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് 4 സ്ലാബുകളായിട്ടാണ് പുതിയ സ്കോളർഷിപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയിരിക്കുന്നത്. അതായത് ഒന്ന് ഡിഗ്രി PG പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വർഷം ഇനി 20,000 രൂപ പ്രതിവർഷം നൽകാനുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രതിമാസം 3,000 രൂപ മുതൽ 4,000 രൂപ വരെയായിരുന്നു വിദ്യാർത്ഥികൾ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇത് നേരെ പകുതിയായി കുറയുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. കൂടാതെ തന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് ഇനി 13,000 രൂപ മാത്രമാണ് ലഭിക്കുക. കൂടാതെ ഗ്രൂപ്പ് 1-ലും 2-ലും പെടാത്ത ബിരുദാനന്തര കോഴ്സുകൾക്ക് 8,000 രൂപയും നോൺ ഡിഗ്രി കോഴ്സുകൾക്ക് 5,000 രൂപയുമായാണ് പുതുക്കിയ മാനദണ്ഡ പ്രകാരം തുക നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ്. ഇതിന്റെ ബാക്കിയുള്ള തുകകൾ സംസ്ഥാന സർക്കാർ വഹിക്കണം എന്നുള്ള കാര്യത്തിന് സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാമെന്നുള്ള ഒരു നിർദ്ദേശവും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ
ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പോസ്റ്റ് മെട്രിക്കുമായി ബന്ധപ്പെട്ട് 24 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരും. കൂടാതെ തന്നെ 16.4 കോടി രൂപ പ്രീ മെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് അധികമായി ഖജനാവിൽ നിന്ന് വകയിരുത്തേണ്ടി വരും. ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. കാര്യങ്ങൾ അധിക ബാധ്യതയുണ്ടാകുന്നു. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം തിരിച്ചടിയായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതുക്കിയിരിക്കുന്നത്. പ്രീ മെട്രിക് വിഭാഗവുമായി ബന്ധപ്പെട്ട് 24 കോടിയോളം രൂപയാണ് പോസ്റ്റ് മെട്രിക്കുമായി ബന്ധപ്പെട്ട് 24 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ അധിക ബാധ്യതയായി വരുന്നത്. പ്രീ മെട്രിക്കുമായി ബന്ധപ്പെട്ട് 16 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് ഇത് അധിക ബാധ്യതയായി വരും. ഈ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഇത്. MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് ഇന്ന് 83,769 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കൂടിയ ബുക്കിംഗ് ആണ് ഇന്നത്തേത്. പുലർച്ചെ 3-ന് നട തുറന്നത് മുതൽ ദർശനത്തിനായി തീർത്ഥാടകർ കാത്തു നിൽക്കുകയാണ്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, എന്തായാലും ഈ മണ്ഡലകാലത്തെ റെക്കോർഡ് ബുക്കിംഗ് ആണ് ഇന്നുണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ നട തുറന്നപ്പോൾ മുതലുള്ള കാഴ്ചകൾ എങ്ങനെയാണ് സന്നിധാനത്ത്? രഞ്ജിനി, വലിയ തിരക്കാണ്. രാവിലെ 3 മണിക്ക് നട തുറന്ന ആ സമയം മുതൽ ഈ സമയം വരെ വലിയ തീർത്ഥാടകരുടെ വലിയ തിരക്ക്. ഫ്ലൈ ഓവറിലൊക്കെ മണിക്കൂറുകളോളം കാത്തു നിന്നാണ് ദർശനം നടത്തുന്നത്. അതുപോലെ തന്നെ വലിയ നടപ്പന്തലിൽ ഈ കഴിഞ്ഞ 1-ാം തീയതി പോലെ ഈ സമയം വരെ വലിയ ഒരു തീർത്ഥാടകരുടെ ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിറഞ്ഞ ഒരവസ്ഥയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം തീർച്ചയായും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വിദൂര സ്ഥലങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരടക്കം ഏകദേശം 73,761 തീർത്ഥാടകരാണ് ഇന്ന് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ കണക്ക് കൂടുതൽ വരും. കാരണം വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത കണക്ക് മാത്രമാണത്. അതേസമയം സ്പോട്ട് ബുക്കിങ്ങും ഒപ്പം ഇത് ബുക്ക് ചെയ്യാതെ എത്തുന്ന തീർത്ഥാടകരുടെ കണക്കാക്കുമ്പോൾ 1 ലക്ഷം തീർത്ഥാടകർ സന്നിധാനത്ത് ദർശനം നടത്താൻ എത്തുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. ഇന്നും നാളെയും മറ്റന്നാളും 26, 27, 28 3 ദിവസങ്ങളിലും തീർത്ഥാടകരുടെ വലിയ തിരക്കുണ്ട്. ആ അനുസരിച്ചാണ് വിർച്വൽ ക്യൂവിന്റെ കണക്ക് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 50,000-ഓളം 1.5 ലക്ഷത്തോളം ആളുകൾ ദർശനം നടത്തി മടങ്ങുന്ന സ്ഥിതി ഇപ്പോൾ ശരാശരിയുണ്ട്. കഴിഞ്ഞ കോവിഡ് സമയത്തൊക്കെ ഇത് 10,000-ലായിരുന്നു ഈ സമയങ്ങളിൽ ദർശനം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കണക്ക് വ്യത്യാസം വന്നിരിക്കുന്നു. 50,000, 1.5 ലക്ഷത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും ഈ കാലം ആരംഭിച്ചു. ഈ ദിവസം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ്. 83,769 തീർത്ഥാടകരാണ് വിർച്വൽ ക്യൂവിന്റെ കണക്ക് പ്രകാരമുള്ളത്. പക്ഷേ 1 ലക്ഷം അങ്ങനെ സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത്. ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്കാണ്. തലശ്ശേരി ഇരട്ടക്കൊലപാതകത്തിന് കാരണം ലഹരി വിൽപ്പന വിവരം പോലീസിന് ചോർത്തി എന്ന സംശയത്തെ തുടർന്നാണ്. റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. കേസിലെ 2ാം പ്രതി ജാക്സന്റെ വാഹനത്തിൽ കഞ്ചാവ് ഉണ്ടെന്ന സംശയത്തിൽ പോലീസ് പരിശോധിച്ചു. കൊലപാതകത്തിന് മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. മനു ഭരത്താണ് ചേരുന്നത്. മനു, വിശദാംശങ്ങൾ. ഈ തലശ്ശേരിയിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസ് കൊലയ്ക്ക് അനുബന്ധമായ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഒരു വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് ജാക്സണും അതുപോലെ കൊല്ലപ്പെട്ട ഷമീറിന്റെ മകനും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു അടിയുണ്ടായി. അതിനുശേഷം ജാക്സന്റെ വാഹനം പോലീസ് പരിശോധിച്ചു. കഞ്ചാവ് ഉണ്ട് എന്നതിന്റെ സംശയത്തിലാണ് ഈ വാഹനം പരിശോധിച്ചത്. അപ്പൊ ഈ ഷമീറിന്റെ മകൻ ഷബീലിനെ ഇവർ മർദ്ദിച്ചതിന്റെ ദേഷ്യത്തിന് ഈ കഞ്ചാവ് സംബന്ധിച്ച വിവരം പോലീസിന് ചോർത്തി എന്നാണ് പ്രതികൾ സംശയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് പ്രതികൾ വരികയും ഈ 3 പേരെയും പുറത്തേക്ക് വിളിച്ച്, ഈ ആശുപത്രിക്ക് പുറത്തേക്ക് വിളിച്ച്, ഖാലിദിനെയും ഷമീറിനെയും ഒക്കെ പുറത്തേക്ക് വിളിച്ച് പിന്നീട് ആക്രമണം നടത്തുകയും ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഇന്നലെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ പ്രതികളെ 7 പ്രതികളെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.